ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹ ഇടപെടലുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടിയിരിക്കുകയാണ്. 2020-ലും സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത് ദേവസ്വം ബോർഡിനെ സമീപിച്ചു. പാളികൾ വീണ്ടും കടത്താൻ ശ്രമിച്ചത് സ്ഥാപിച്ച് 3 മാസം കഴിഞ്ഞ ഉടൻ ആണെന്നും വിവരം. ശില്പങ്ങൾക്ക് മങ്ങലുണ്ടെന്നും അറ്റകുറ്റപ്പണി നടത്താമെന്നുമായിരുന്നു വാഗ്ദാനം. വിവാദ സ്പോൺസറുടെ വാഗ്ദാനം അന്ന് ബോർഡ് സ്വീകരിച്ചില്ല. VS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ദുരൂഹ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ന്യൂസ് മലയാളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നത്. 2020-ൽ തന്നെ ഈ സ്വർണ്ണപ്പാളി മാറ്റാം എന്ന് പറഞ്ഞ് അദ്ദേഹം സമീപിക്കുന്നു. അന്ന് നിഷേധിച്ച ആ അനുമതിയാണ് പിന്നീട് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്നുള്ളതും ഇവിടെ ഗുരുതരമാണ് എന്ന് തോന്നുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്? ലക്ഷ്മി, ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ ആ പാളി അല്ലെങ്കിൽ അതുമായി അതിൻ്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടെ പുറത്തു വരുന്നത്. ഈ 2019-ലാണ് ഇയാൾ ഈ സ്വർണ്ണപ്പാളി ആദ്യമായി ഈ പാളി ആദ്യമായി പുറത്തേക്ക് കൊണ്ടുപോവുകയും അതിൽ സ്വർണം പതിപ്പിക്കുകയും പൂശുകയും ഒക്കെ ചെയ്ത് തിരികെ വീണ്ടും ശബരിമലയിലേക്ക് 2019 നവംബറിൽ എത്തിക്കുന്നത്. അതിനുശേഷം 2020 ഫെബ്രുവരിയിൽ ബോർഡിന് മറ്റൊരു കത്ത് നൽകുകയാണ്. കാരണം ഈ പറയുന്ന ശില്പങ്ങളുടെ ചില മങ്ങലുണ്ട്, അത് ഞാൻ തന്നെ സ്വയം ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അത് വീണ്ടും ശരിയാക്കി തരാമെന്ന് വാഗ്ദാനം നൽകി വീണ്ടും ഈ സ്പോൺസർ ബോർഡിനെ സമീപിച്ചെങ്കിൽ ഈ വെറും 3 മാസത്തിനിടെ 2019 നവംബറിൽ എത്തിച്ച ഈ പാളികൾ വീണ്ടും 2020 ഫെബ്രുവരിയിൽ ഈ ശില്പങ്ങൾ വീണ്ടും കൊണ്ടുപോകാനുള്ള ബോർഡിനെ ആ ഒരു നീക്കത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കത്തിൽ ബോർഡിന് സംശയം തോന്നുകയും തൽക്കാലം വേണ്ട എന്ന് തീരുമാനിക്കുകയും ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, 3 മാസത്തിനുള്ളിൽ എന്ത് കേടാണ് അല്ലെങ്കിൽ എന്ത് മങ്ങലാണ് ഈ ശില്പങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീടും ഈ പാളികൾ ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി ചില ഈ പറയുന്ന വിശ്വാസ ചൂഷണങ്ങളും വിൽപ്പനകളും നടത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിലാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. അതായത് 2019-ൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ 39 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം പലയിടങ്ങളിൽ കൊണ്ടുപോയി. അതിനുശേഷം ഇത് അവിടെ എത്തിച്ചപ്പോൾ ഇത് ചെമ്പുപാളിയായി മാറിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അങ്ങനെ അടിമുടി ദുരൂഹമായ ദ്വാരപാലക ശില്പങ്ങളുടെ ഈ അറ്റകുറ്റപ്പണികൾ ഇതിനിടയിൽ മറ്റൊരു തവണ കൂടി അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നു, അനധികൃതമായി ഇടപെട്ടിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളും വിശദാംശങ്ങളുമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ലക്ഷ്മി, ഇതിൽ അനു 2019-ലാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം ഈ പിക്ചറിലേക്ക് എത്തുന്നതും അദ്ദേഹം ഈ സ്വർണ്ണ പൂശുന്നതിനായി ഈ പാളി കൊണ്ടുപോകുന്നതോ അത് സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും നമുക്ക് ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകുന്നത് 2019-ൽ 2020-ൽ വീണ്ടും ശ്രമം നടക്കുന്നു. വീണ്ടും അദ്ദേഹം ഈ ഏറ്റവും ഒടുവിൽ ഈ പൂശാൻ കൊണ്ടുപോയപ്പോഴും ഇദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും 2025-ൽ ഈ കൊണ്ടുപോകുന്നതിനും ഇയാൾ ശ്രമം നടത്തിയിരുന്നു. താൻ തന്നെ ഇത് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ഇയാൾ ദേവസ്വം ബോർഡിനെ അറിയിച്ചതാണ്. പക്ഷേ അങ്ങനെ കൊണ്ടുപോകേണ്ട, അവിടെ കൃത്യമായ മേൽനോട്ടം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെ മേൽനോട്ടത്തിലാണ് ഈ പാളികൾ അവിടേക്ക് കൊണ്ടുപോയത്. അതേസമയം സ്പോൺസർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സഹായം അയാളുടെ ചെലവിൽ നടത്താൻ വേണ്ടി തന്നെയാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ശ്രമങ്ങൾ ഇയാൾ പല തവണ പല വിധത്തിൽ നടത്തുന്നുണ്ട്. ഇവിടെ സംഭവിച്ചത് ദേവസ്വം അല്ലെങ്കിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ ഈ പാളികൾ കൊണ്ടുപോകുന്ന കാര്യം അറിയിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നമ്മൾ നടത്തിയപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടെ നമുക്ക് ഇക്കാര്യത്തിൽ അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതായത് ശബരിമലയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് നിർദ്ദേശം ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരന് പോലും അറിയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയില്ല, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കറിയില്ല. അതായത് ആ ഒരു ഹൈക്കോടതി നിർദ്ദേശം അത് ഒരു സർക്കുലറായി ഇറക്കാനോ അല്ലെങ്കിൽ അത് ജീവനക്കാർക്ക് നൽകാനോ ബോർഡിന് വീഴ്ച പറ്റി, അല്ല എങ്കിൽ ബോർഡിനെ ഇക്കാര്യം ധരിപ്പിക്കുന്നതിൽ അതിൻ്റെ ലീഗൽ സൈഡിന് അല്ലെങ്കിൽ ലീഗൽ വിങ്ങിന് അബദ്ധം പറ്റി. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടെ ഇനിയുള്ള വരും അന്വേഷണങ്ങൾ പുറത്തുവരും.